മനുഷ്യൻ്റെ സങ്കടങ്ങളുടെയും ദുരിതങ്ങളുടെയും കാരണം ആഗ്രഹമാണ്. ആഗ്രഹങ്ങൾ ഉണ്ടാവുമ്പോൾ സന്തോഷം അനുഭവിക്കാൻ കഴിയില്ല. ആഗ്രഹങ്ങൾ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സന്തോഷം വർത്തമാനകാലത്തിലാണ്. നമ്മൾ നിറഞ്ഞ സന്തോഷത്തിലായിരിക്കുമ്പോൾ അവിടെ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല. ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു യുവാവ് വന്നിട്ട് പറഞ്ഞു, എനിക്ക് കൂടുതൽ സമ്പത്ത് വേണം, കൂടുതൽ വസ്തുക്കൾ വേണം, എങ്കിൽ എൻ്റെ ജീവിതം സമാധാനത്തോടെ എനിക്ക് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ ഗുരു ഒരു കപ്പെടുത്തിട്ട് യുവാവിനോട് പറഞ്ഞു, ഇതിൽ നീ വെള്ളം ഒഴിക്കാം. പക്ഷെ ആ കപ്പിൻ്റെ അടിയിൽ ഒരു പൊട്ടുണ്ടായിരുന്നു. യുവാവ് വെള്ളമൊഴിച്ചപ്പോൾ വെള്ളം കപ്പിലൂടെ ചോർന്ന് ഒലിച്ച് താഴോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇത് കണ്ട് ഗുരു പറഞ്ഞു, ഇതേപോലെയാണ് നിൻ്റെ ഉള്ളിൽ ആഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുമ്പോൾ നിൻ്റെ ഉള്ള് ഒഴിയില്ല. ഉള്ളൊഴിയാതിരിക്കുന്ന സമയത്ത് നിനക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയില്ല. ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇല്ലാതിരിക്കണമെങ്കിൽ, ആഗ്രഹങ്ങൾ വന്ന് ശല്യപ്പെടുത്താതിരിക്കണമെങ്കിൽ നമുക്ക് കിട്ടിയ എല്ലാത്തിനോടും നിറഞ്ഞ നന്ദി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ശ്വസിക്കാൻ വായു കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വായുവിനോടുള്ള നന്ദി, കുടിക്കാൻ ജലം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ജലത്തോടുള്ള നന്ദി, കഴിക്കാൻ ആഹാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആഹാരത്തോടുള്ള നന്ദി. ഈ നിറഞ്ഞ നന്ദി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ ഓരോ സാഹചര്യത്തിലും, ഓരോ നിമിഷത്തിലും, ഓരോ അവസ്ഥയിലും ഈ നിറഞ്ഞ നന്ദി ഉണ്ടാകുമ്പോൾ അവിടെ ആഗ്രഹങ്ങൾക്ക് വന്നിട്ട് നമ്മളെ ശല്യപ്പെടുത്താൻ കഴിയില്ല. നമുക്ക് അതുകൊണ്ട് തന്നെ സമാധാനപ്പെട്ട് നമ്മുടെ ചെറിയ ജീവിതം ജീവിച്ചു തീർക്കാൻ സാധിക്കും. അതിന് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ.